നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടായാലും നല്ല ആൾക്കാരുണ്ടാവും, മോശം ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ അതിലിപ്പോ ലാസ്റ്റ് ഇയറും ഈ സെയിം ഇഷ്യൂ, എസ്പെഷ്യലി ടാഷ്കന്റ് മെഡിക്കൽ അക്കാദമി ബേസ് ചെയ്തിട്ട് ലാസ്റ്റ് ഇയർ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേക്ക് അഡ്മിഷൻ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും 1-2 ഏജൻസികളിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ, ഏജൻസിയുടെ പേര് എനിക്ക് എക്സാക്ട്ലി അറിയില്ല, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ ഞങ്ങളെ കോൺടാക്ട് ചെയ്താണ്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടി ടാഷ്കന്റിന്റെ. അപ്പൊ കുട്ടികൾക്ക് അറിയില്ല, കുട്ടികളോട് അവർ പറഞ്ഞ ആദ്യം ഓഫർ ലെറ്റർ കിട്ടും, പിന്നീടാണ് അഡ്മിഷൻ ലെറ്റർ ആണ് ഇന്റർവ്യൂക്ക് ശേഷം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ എന്ത് ചെയ്തിട്ടുള്ളത്, പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ലൈക്ക് ഈ ഓഫർ ലെറ്റർ കൊടുത്ത് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം എല്ലാ ഓഫർ ലെറ്ററിലും എന്താവും, QR കോഡ് കൊടുത്തിട്ടുണ്ടാവും, താഴെ QR കോഡ് കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ ഉസ്ബെക്കിസ്ഥാന്റെ മിനിസ്ട്രിയുടെ. അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് ആ കുട്ടിയുടെ പേരിലുള്ള ഓഫർ ലെറ്റർ ഓപ്പൺ ആയി വരെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്തായി, കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ എടുത്തൊരു കുട്ടിയുടെ ഓഫർ ലെറ്ററിന്റെ നെയിം മാത്രം എഡിറ്റ് ചെയ്തിട്ട്, ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ട് നമ്പറും നെയിമും എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നേരെ പേരൻസിന് അയച്ചു കൊടുത്തു, പേയ്മെന്റും വാങ്ങി. അതാണ് സംഭവിച്ചത് ആക്ച്വലി. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്, ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്കാമിൽ നിങ്ങൾ പോയി പെടണ്ട. ഇന്റർവ്യൂ ആസ് ഓഫ് നൗ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് TSMU ഓപ്പൺ ആക്കുക.